ഹാർഡൻഡ് ക്രിമിനലാണ് അയാൾ. ഹാർഡൻഡ് ക്രിമിനൽ അയാൾ ഒരിക്കലും കൺഫസ് ചെയ്യില്ല. കാരണം അയാൾ ഈ കേസ് ഇപ്പം എവിഡൻസ് കൺഫേം ആയിരിക്കാണ്, വേറെ പല കേസുകളുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹാർഡൻഡായ ക്രിമിനലിനെ ഡീൽ ചെയ്യുന്ന മാതിരി തീർച്ചയായിട്ടും പോലീസ് ആ പ്രതിയെ ഡീൽ ചെയ്യും. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടും പോലീസിനോട് നിസ്സഹകരണം ഉണ്ടാവും. ആ നിസ്സഹകരണത്തെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റിയാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും, സാങ്കേതികമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്, അങ്ങനെ പല കാര്യങ്ങളും നടത്തി എല്ലാ കാര്യങ്ങളും കൊണ്ട് സ്വരൂപിച്ചു കൊണ്ടുവന്ന് ഈ ആളുടെ ഫിക്സ് ചെയ്യുക. അപ്പൊ ഈ കേസിൽ ഇപ്പം എനിക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പോലീസ് എല്ലാ തരത്തിലുള്ള എവിഡൻസുകളും കളക്ട് ചെയ്ത് ഇയാളെ ആ കേസുമായിട്ട് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിലാണ് വേണ്ടത് നിർബന്ധമായിട്ടും എങ്ങനെയാണ് കൊന്നതെന്നുള്ള കാര്യം അതും ഇപ്പൊ പ്രൂവ് ചെയ്തിരിക്കണം. അപ്പം ആ വെപ്പന്റെ കാര്യങ്ങളും തലക്കടിച്ചിട്ടാണെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പോലീസ് പ്രൂവ് ചെയ്തിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ഈ കേസിൽ നല്ലൊരു വഴിത്തരവാണ്. എന്ന് മാത്രമല്ല, ഈ കേസിൽ ഇയാളുടെ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട്, അതായത് അയാളുടെ കൺഫസ് ചെയ്യാത്തത് കൊണ്ട് അയാളുടെ മറ്റ് കേസുകളിലെ ഇൻവോൾവ്മെന്റും കൂടി പോലീസിന് ഡീപ്പായി പോകാൻ പറ്റും. ഈ എവിഡൻസ്, അതായത് ഈ കേസിലത്തെ എവിഡൻസ് വെച്ചിട്ട് അത് വെച്ച് അയാളെ ബ്രേക്ക് ത്രൂ ചെയ്തിട്ട് ആ കേസിലും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും കേരള പോലീസിനും കോട്ടയം ക്രൈംബ്രാഞ്ചിനും വളരെ എഫക്റ്റീവായ ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് തികച്ചും അവര് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം ഒക്കെ തന്നെ അതിലൊക്കെ തന്നെ ഈ പരാതിപ്പെടാൻ വൈകിയതൊക്കെ ഈ കേസിൽ ഈ തെളിവുകളൊക്കെ ശേഖരിക്കാൻ വലിയൊരു നിർണായകം അല്ലെങ്കിൽ ഒരു പാടുള്ളൊരു പ്രക്രിയയാക്കി മാറ്റിയതൊക്കെ തന്നെയും ഈ പരാതി നൽകാൻ വൈകിയതൊക്കെയാണ്. തീർച്ചയായിട്ടും കാരണം എല്ലാ സംഭവങ്ങളിലും ഈ കള്ളനും പോലീസും ഡിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളമാണ് കേസിന്റെ തെളിവ് ശേഖരണവും അതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഉണ്ടാകുക. കാരണം ഇപ്പം ഒരുപാട് അതിന് തെളിവുകൾ നശിപ്പിക്കപ്പെടും. അതാണ് മെയിൻ. കാരണം ഈ പരാതി പറയാൻ 1 വർഷം ലേറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലൊരു മർഡർ കേസ് പ്രൂവ് ചെയ്യാൻ പോലീസിന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പോലീസ് അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പ്രതിക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും അത് അവിടെ ഉണ്ടാവും. കാരണം പല തെളിവുകളും ഈ കാലഹരണപ്പെട്ട് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത് കഴിയുന്നതും വേഗം ആരെങ്കിലും തിരോധനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഉടനെ മിസ്സിംഗ് കേസ് എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പോലീസിനോട് രജിസ്റ്റർ ചെയ്യിക്കാദ്യം. കൊലപാതകം ഒന്നും ആവണ്ട, മിസ്സിംഗ് കേസ്, ആളെ മിസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് പ്രകാരം പോലീസിന് കേസെടുക്കാൻ പറ്റും. അങ്ങനെ അന്വേഷണം അന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ, കാലഹരണപ്പെട്ട തെളിവുകൾ, ഇതൊക്കെ പോലീസ് ലഭിക്കുമായിരുന്നു. അതിനെ ഒരു ബുദ്ധിമുട്ട് ഈ അന്വേഷണ ഏജൻസിക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ടായ തീർച്ചയായിട്ടും ഉടനെ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യുക, മതിയായ തരത്തിൽ കേസെടുപ്പിക്കുക, കേസ് മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും ഇപ്പോൾ ഒരു കേസുമായി അന്വേഷണം നടക്കുമ്പോഴാണ് ഈ മറ്റ് കേസുകൾ ഇതിന് പുറകെ തന്നെ വരുന്നത്. അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിന്റെയും ആ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ആ പല്ലിലെ കമ്പി ലഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട് വേറൊരു കേസിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകുന്നത് ഒക്കെ തന്നെ ഈ കൃത്യമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. കോട്ടയം ക്രൈംബ്രാഞ്ച് വളരെ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം നശിപ്പിക്കപ്പെട്ട കാലഹരണപ്പെട്ട പല തെളിവുകളും അവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ തെളിവുകൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നല്ലൊരു ബിൽഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവർ വളരെ എഫക്റ്റീവായിട്ട് പ്രോസസ് കൊണ്ടാണ് ഒരു കേസ് പ്രൂവ് ആയി. ഇനി ബാക്കി കേസുകൾ കൂടി അവർ വളരെ കൺസേവായിട്ട് മുന്നോട്ട് പോയാൽ ബാക്കി കേസുകളിൽ കൂടി തെളിവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.